ഹലോ, നിദ്ര ടോക്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. കരുത്തക്കിളിക്കൂടിൻ്റെ പുതിയ വിശേഷം കണ്ടാലോ? കുട്ടിക്ക് ഇവിടെ വീട് തരാൻ പറ്റില്ല എന്നാണ് ആ വീടിൻ്റെ ഉടമസ്ഥൻ നിധിയോട് പറയുന്നത്. നിധിയെക്കുറിച്ച് എന്തോ മോശമായി ആരോ ആ ഓണറിനോട് പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും അത് സുധീഷ് തന്നെയായിരിക്കും. കാരണം നിധി പോവുകയാണെന്ന് അറിയുമ്പോൾ നമ്മളെ സുഭാഷ് ചേട്ടന് നല്ല രീതിയിൽ വിഷമാവുന്നുണ്ട്. എപ്പോഴും സുഭാഷ് ചേട്ടൻ നിധി പോകുന്നതിനെ കുറിച്ച് മാത്രമാണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോഴൊന്നും നമ്മളെ സുധീഷ് ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, പോകുന്നതിൻ്റെ വിഷമമൊന്നും അറിയിക്കുന്നുമില്ല. പക്ഷേ സുധീഷ് മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എങ്ങോട്ടും പോകുന്നില്ല, എങ്ങോട്ട് പോകാനാ, പോയാൽ ഇങ്ങോട്ട് തന്നെയാണ് തിരിച്ചു വരുന്നതെന്നൊക്കെ സുധീഷ് മനസ്സിൽ ഉറപ്പിച്ച് പറയുന്നുണ്ട്. സുധീഷിന്റെ പ്ലാനിങ് നമുക്ക് അപ്പോഴേ മനസ്സിലാക്കാം. എന്തായാലും സുഭാഷ് ചേട്ടനെയും കുടുംബത്തിനെയും വിട്ടു പോകുന്നതിൽ നിധിക്ക് നല്ല വിഷമമുണ്ടെന്ന് അവൾ പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് പോകുന്നതെന്ന് അറിയില്ല. സുഭാഷ് ചേട്ടൻ എന്തായാലും നല്ല വിഷമമുണ്ട്. സുഭാഷ് ചേട്ടൻ്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. എന്തായാലും മോൾ എൻ്റെ അനിയത്തി തന്നെയാണ്, എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വന്നോളൂ, എന്തായാലും മോളെ വീട് ഇത് തന്നെയാണെന്നൊക്കെ സുഭാഷ് ചേട്ടൻ ഇങ്ങനെ നിധിയോട് പറയുന്നുണ്ട്. സുഭാഷ് ചേട്ടനെയും നികേഷിനെയും ഞാൻ എപ്പോഴും ഓർക്കുന്നൊക്കെ നിധി തിരിച്ചും പറയുന്നുണ്ട്. അങ്ങനെ അവർ യാത്രപ്പറച്ചിലും കണ്ണീരും ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ അപ്പുറത്ത് നമ്മളെ സുധീഷ്, ഓ എന്തൊരു സെന്റിമെന്റ്സ്, ഇവരെന്തിനാ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെയാണ് നമ്മുടെ സുധീഷ് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല രാഹുകാലം കഴിയുന്നതിന് മുമ്പ് ഇവിടുന്ന് ഇറങ്ങണം, യാത്ര പറച്ചിലൊക്കെ മതി എന്നൊക്കെ പറഞ്ഞ ഒരു വെപ്രാളം കാണിച്ചിട്ടാണ് നമ്മുടെ സുധീഷ് നിധിയെ അവിടുന്ന് കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഞാൻ എന്തായാലും പോവുകയാണ്. ഈ താലി എൻ്റെ കഴുത്തിലുണ്ട്, കുറച്ച് ദിവസം കൂടി ഞാൻ ഇതിട്ടോട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു തരാം. എന്തായാലും വീടിൻ്റെ ഓണർ ഈ താലി കണ്ടു, അപ്പോൾ എന്നോട് കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കഴിഞ്ഞു എന്ന് പറയേണ്ടി വന്നു. ഇവിടുത്തെ അമ്മയുടെ താലിയാണെന്നല്ലേ പറഞ്ഞത്, ഇത് ഇനി ഞാൻ ഇട്ടുകൊണ്ട് നടന്നിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് തരാമെന്നൊക്കെ നമ്മളെ നിധി പറയുന്നുണ്ട്. സുധീഷ് എന്തായാലും ആ വീടിൻ്റെ ഓണറെ കണ്ട് നിധിയെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരിക്കും. മാത്രമല്ല ഈ വീട് വാടകയ്ക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കാം അഡ്വാൻസ് കൊടുത്തിട്ടും ബാഗുമായിട്ട് ചെന്നപ്പോൾ കുട്ടിക്ക് ഇവിടെ വീടില്ല എന്ന് പറഞ്ഞത്. നിധിക്ക് സംശയം സുധീഷിനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിധി സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് സുധീഷിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളല്ലേ ഇത് ചെയ്തതെന്ന്. സുധീഷ് എന്തായാലും ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാനൊന്നും അറിയില്ല എന്ന് എന്തായാലും കള്ളം പറയും. പാവം നമ്മളെ നിധി അത് വിശ്വസിക്കും. നിധി തിരിച്ചെന്തായാലും വീട്ടിലേക്ക് തന്നെ വരും. പിന്നീട് നിധിക്ക് അവിടെ പഴയതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും ജീവിക്കാൻ. ബാക്കി കഥ എന്താണെന്ന് നമുക്ക് വരും വീഡിയോസിൽ കാണാം. അപ്പോൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള സീരിയൽ, സിനിമ, മറ്റു TV ഷോകളുടെ റിവ്യൂയ്ക്കായി ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.